മുമ്പ് നെറ്റ് എഴുതിയ ആരുമില്ല, ജെആർഎഫിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. അല്ല അല്ല, ജെആർഎഫിന് വേണ്ടി ഒരുങ്ങനെ ഫസ്റ്റ് ഇയേഴ്സ് ആകുമ്പോ ജെആർഎഫ് ഉണ്ടാവില്ലല്ലോ അവർക്ക്. എല്ലാവർക്കും ജെആർഎഫ് ഇല്ല. അവർ ഈ പ്രാവശ്യം ജെആർഎഫ് എല്ലാം പിടിക്കണമെന്നില്ലാണ്. ഒറ്റ ശ്രമത്തിൽ തന്നെ പിടിക്കുന്നില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ മർഹബൻ ബിക്കും ബറകല്ലാഹു ഫീക്കും إلى هذه إلى هذا الاجتماع الجميل إن شاء الله. بارك الله فيكم. تمام، تفضل أستاذ. ആയിക്കോട്ടെ. ഇനി നമ്മളെ യൂണിറ്റ് 4 എടുക്കുന്നത്. അപ്പോ അന്നഖുദുൽ അദബി വ അഅലാമുഹു എന്നുള്ള ടോപ്പിക്കിലാണ്. അറബി നഖദിന്റെ പ്രതിഭകളെ പരിചയപ്പെടുകയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ആദ്യമായി തന്നെ ഇബ്നു സലാം അൽ ജുമഹി, ആദ്യമായി ഇബ്നു സലാം അൽ ജുമഹി. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിനു സലാം ബിനു അബ്ദില്ല, മുഹമ്മദ് ബിനു സലാം ബിനു അബ്ദില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പരിപൂർണമായ പേര്. മുഹമ്മദ് ബിനു സലാം ബിനു അബ്ദില്ല എന്നാണ് പരിപൂർണമായ പേര്. ബഗ്ദാദിൽ 222 ഇദ്ദേഹം എത്തി. ഇദ്ദേഹം ബഗ്ദാദ് സന്ദർശിച്ചു 222. ഇദ്ദേഹം ജനിച്ചത് ഹിജ്റ 139 ബസറ പട്ടണത്തിലാണ്. ഹിജ്റ 139 ബസ്വറ പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, മുഹമ്മദ് ബിൻ സല്ലാമിന്റെ പ്രത്യേകത, ആദ്യമായി കൊണ്ട് നഖദിൽ താലീഫ് രചിച്ചത് ഇദ്ദേഹമാണ്. അറബി നിരൂപണം എന്ന് പറഞ്ഞാല് PG ഫസ്റ്റ് ഇയർക്കാർക്ക് അറിയാം. ഒരു വർക്കിന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്, മേന്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാം. അതൊക്കെയാണ് നഖദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി സാഹിത്യത്തിൽ, നിരൂപണ സാഹിത്യത്തിൽ ആദ്യമായി കൊണ്ട് പുസ്തകം രചിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ എക്സാമിന് ചോദിക്കപ്പെട്ട പുസ്തകമാണ് കിതാബു ത്വബഖാത്തി ഫുഹൂലി ഷുറ. പുസ്തകത്തിന്റെ പേര് കിതാബു ത്വബഖാത്തി ഫുഹൂലി ഷുറ. ത്വബഖാത്തു ഫുഹൂലി ഷുറ പുസ്തകം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ത്വബഖാത്തു ഫുഹൂലി ഷുറ ആരുടെ പുസ്തകമാണ്? ത്വബഖാത്തു ഫുഹൂലി ഷുറ ആരുടെ പുസ്തകമാണ്? അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് കിതാബ് ഗരീബിൽ ഖുർആൻ. ഗരീബിൽ ഖുർആൻ
ഹിജ്റ 222 ഇദ്ദേഹം ബഗ്ദാദിലെത്തി എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 139 എന്നും നമ്മൾ പറഞ്ഞു. ഇദ്ദേഹം മരിച്ചത് ഹിജ്റ 232 ജനന മരണ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സാമിൽ ജനന മരണ വർഷത്തിന് അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കാനുണ്ടാകും. അപ്പൊ ഇദ്ദേഹം മരിച്ചത് 232 ഹിജ്റ 232 മരിച്ചത്. അടുത്തത് ഇബ്നു ഖുതൈബ. ൽ ജനനം 276 മരണം. ൽ ജനനം 276 മരണം. ൽ ജനനം 276 മരണം. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ മുഹമ്മദ് അബ്ദുള്ള. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബൂ മുഹമ്മദ് അബ്ദുള്ള അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മജീദ് അബൂ മുഹമ്മദ് അബ്ദുള്ള ഇബ്നു അബ്ദുൽ മജീദ്. ഇബ്നു ഖുതൈബയുടെ ജനനം കൂഫയിലാണ്. ബഗ്ദാദിലേക്ക് പിന്നെ അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടിക്കൊണ്ട് നീങ്ങി. ഇബ്നു ഖുതൈബയുടെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ: ഒന്ന് അദബുൽ കാത്തിബ്. എക്സാമിന് വന്ന ചോദ്യമാണ് അദബുൽ കാത്തിബ്. ഇബ്നു ഖുതൈബയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് അദബുൽ കാത്തിബ്. 2 അശ്ശിഅറു വശുഅറാഉ. 2 അശ്ശിഅറു വശുഅറാഉ. 3 ഗരീബുൽ ഖുർആൻ. ഗരീബുൽ ഖുർആൻ. 3 ഗരീബുൽ ഖുർആൻ. ഇനി അടുത്തത് ഖുദാമത്തു ഇബ്നു ജഅഫർ. ഖുദാമത്തു ഇബ്നു ജഅഫർ വുലിദ ഫിൽ ബസ്ര. ബസ്രയിൽ ജനിച്ചു. ബഗ്ദാദിൽ വളർന്നു. വുലിദ ഫിൽ ബസ്ര നശഅ ഫി ബഗ്ദാദ്. പിന്നെ എക്സാമിന് വന്ന ചോദ്യമാണ് ക്രിസ്ത്യാനി ആയിരുന്നു പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എക്സാമിന് വന്നിട്ട് കാന നസ്രാനിയൻ, ക്രിസ്ത്യാനി ആയിരുന്നു, സുമ്മ അസ്ലമ, പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. അബ്ബാസി ഖലീഫക്ക് കീഴിൽ. അബ്ബാസി ഖലീഫന്റെ പേര് മുക്തഫി ബില്ല എന്നാണ്. കാന നസ്രാനിയൻ സുമ്മ അസ്ലമ. മുക്തഫി ബില്ല എന്ന ഖലീഫയിലൂടെ ഇസ്ലാം സ്വീകരിച്ചു.
ഇൽമുൽ ബലാഗ, ഇൽമുൽ ഫൽസഫ, ഈ വിഷയങ്ങളിലൊക്കെ ഇൽമുൽ മന്തിക്, ഇൽമുൽ ഫൽസഫ, ഇൽമുൽ ബലാഗ, ഇൽമുൽ അദബ്, ഇൽമുൽ കലാം, ഈ വിഷയങ്ങളിലൊക്കെ ബാരി ആയിരുന്നു ഇദ്ദേഹം. ബറഅ ഫിൽ ലുഗതി വൽ അദബി വൽ ഫിഖ്ഹി വൽ കലാമി വൽ മന്തിഖി. ഇദ്ദേഹത്തെ പറ്റി എക്സാമിൽ ചോദിക്കപ്പെട്ട ചോദ്യം, ജവാഹിറുൽ അൽഫാൽ ആരുടെ കിതാബാണ്? ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ കിതാബാണ് ജവാഹിറുൽ അൽഫാൽ. എക്സാമിൽ ജവാഹിറുൽ അൽഫാൽ ആരുടെ കിതാബാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അടുത്തത് നാഖിദ് ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി. ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി. ഇബ്നു റഷീഖുൽ ഖൈറുവാനി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം, അറബി നഖദിലെ വിശ്വപ്രസിദ്ധമായ അൽ ഉംദ എന്ന് പറഞ്ഞ കിതാബിന്റെ മുസന്നിഫാണ്. സ്വാഹിബു കിതാബിൽ ഉംദ. അറബി നഖദിലെ വിശ്വപ്രസിദ്ധവും ഏറ്റവും കൂടുതൽ സർവപ്രചാരം നേടിയ ഏറ്റവും കൂടുതൽ ഷീറിന്റെ നഖദിൽ അഷ്ഹറു കിതാബിൻ ഫി നഖദി ശരി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ആ കിതാബിന്റെ പേരാണ് അൽ ഉംദ. അൽ ഉംദ എന്ന കിതാബിന്റെ മുസന്നിഫ് ഇബ്നു റഷീഖ് അൽ ഖൈറുവാനി. അബു അലി, ഇദ്ദേഹത്തിന്റെ പേര് അബു അലി അൽ ഹസൻ. അബു അലി അൽ ഹസനുബിനു റഷീഖ് അൽ ഖൈറുവാനി. അബു അലി അൽ ഹസനുബിനു റഷീഖ് അൽ ഖൈറുവാനി. 390 ജനിച്ചു, 463 മരിച്ചു. ഇദ്ദേഹം അന്തലുസിലെ സാഹിത്യകാരനായിരുന്നു. അന്തലുസിലെ, ഖൈറുവാൻ എന്ന് പറഞ്ഞാൽ അന്തലുസിൽപ്പെട്ട സ്ഥലമാണ്. ജനനം അൾജീരിയയിലെ, ജസായിറിലെ അൾജീരിയയിലെ മസീല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. വുലിദ ബി മദീനത്തിൽ മസീല. ആ മസീല എന്ന് പറഞ്ഞ സ്ഥലം അൾജീരിയയിലാണ്, ജസായിറിലാണ്. ഇദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ കിതാബിന്റെ മുഴുവൻ നാമം അൽ ഉംദതു ഫി സിനാഅത്തി ശിഅരി വ നഖ്ദിഹി. അൽ ഉംദതു ഫി സിനാഅത്തി ശിഅരി വ നഖ്ദിഹി. മറ്റൊരു പുസ്തകത്തിന്റെ പേര് ഖുറാലത്തു ദഹബ് എന്നാണ്. ഈ രണ്ട് പുസ്തകങ്ങളും എക്സാമിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഖുറാലത്തു ദഹബ് അതും നഖദിലുള്ള പുസ്തകം തന്നെയാണ്. അടുത്തത് അബുൽ ഖാസിം അൽ ആമിദി.
അബുൽ ഖാസിം അൽ ആമിദി. ബസ്രയിൽ ജനിച്ചു, ബസ്രയിൽ തന്നെ മരിച്ചു. ഉളിദ ഫിൽ ബസ്രത്തി വമാത ഫിഹ. ഇദ്ദേഹം അത്ര ഇമ്പോർട്ടന്റ് അല്ല. മുമ്പ് നമ്മൾ പറഞ്ഞ ആളുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ എക്സാമിന് വന്ന ചോദ്യം അൽ മുവാസന ബൈന അബി ചമ്മാം വൽ ബുഹ്തുരി. അബൂ ചമ്മാമിന്റെയും ബുഹ്തുരിയുടെയും ഇടയിലുള്ള കമ്പാരിസൺ. അൽ മുവാസന ബൈന അബി ചമ്മാം വൽ ബുഹ്തുരി. ഈ കിതാബ് എക്സാമിന് വന്നിട്ടുണ്ട്. അൽ മുവാസന ബൈന അബി ചമ്മാം വൽ ബുഹ്തുരി. ഹിജ്റ 370 ഇദ്ദേഹം മരിച്ചു. ഹിജ്റ 370 മരിച്ചു. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഈ കിതാബിന്റെ പേരൊന്ന് ഓർമ്മ വെച്ചാൽ മതി. അൽ മുവാസന ബൈന അബി ചമ്മാം വൽ ബുഹ്തുരി. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. നഖദില് അബുൽ ഫറജിൽ അസ്ഫഹാനി. അബുൽ ഫറജിൽ അസ്ഫഹാനി. ഇയാൾ ഇമ്പോർട്ടന്റ് ആണ്. മുഴുവൻ പേര് അലിയുബിനുൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ്. അലിയുബിനുൽ ഹുസൈൻ ഇബ്നു മുഹമ്മദ്. ഇദ്ദേഹത്തിന്റെ ഉമ്മ ഷിഈയ്യത്താണ്. ഉമ്മുഹു കാനത്ത് ഷിഈയ്യത്തൻ. ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഓരോ പോയിന്റും ശ്രദ്ധിക്കണം. യൻതഹി നസബഹു ഇല ഇദ്ദേഹത്തിന്റെ നസബ് അവസാനിക്കുന്നുണ്ട് മർവാനുബിന് മുഹമ്മദിലേക്ക് അവസാനിക്കുന്നുണ്ട്. മർവാനുബിന് മുഹമ്മദ്. ഉമവിയ ഖുലഫാക്കളിലെ അവസാനത്തെ മർവാനുബിന് മുഹമ്മദിലേക്ക് ഇദ്ദേഹത്തിന്റെ നസബ് അവസാനിക്കുന്നുണ്ട്. അസ്ഫഹാൻ പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഉലിദ ഫി മദീനത്തി അസ്ഫഹാൻ. അതുകൊണ്ടാണ് അബുൽ ഫറജിൽ അസ്ഫഹാനി എന്ന് പറയുന്നത്. ഉലിദ ഫി മദീനത്തി അസ്ഫഹാൻ. ഇയാളെ ഉമ്മ ഷിയാറപ്പോ ഉപ്പ സുന്നിയാണോ? അതറിയില്ല. അതെടുത്ത് പറയാൻ കാരണം അത് പിന്നെ അങ്ങനെയാണ് തോന്നുന്നത്. മനസ്സിലാണത് അങ്ങനെയാണ്. പക്ഷെ കണ്ടിട്ടില്ല, നക്കൽ കണ്ടിട്ടില്ല. ഉപ്പ ഷിയാണ്. നമ്മള് മഫ്ഹൂം പിടിക്കാന് പിന്നെ മഫ്ഹൂം പിടിക്കുകയാണെങ്കിൽ സുന്നിയാണ് എന്ന് വരും ഉപ്പ. പക്ഷെ മഫ്ഹൂം ഇവിടെ മുറാദാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോ അസ്ഫഹാൻ പട്ടണത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം പഠിച്ചതും മരിച്ചതുമൊക്കെ ബഗ്ദാദ് സിറ്റിയിലാണ്. ലാണ് ജനനം. മരണം 356.
284 ജനനം, മരണം 356. ഇദ്ദേഹം പ്രസിദ്ധമായത് തന്റെ അൽ അഗാനി എന്ന് പറഞ്ഞ കിതാബിലൂടെയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാഹിബു കിതാബിൽ അഗാനി, അഗാനി എന്ന കിതാബ്. ഇദ്ദേഹം ഈ അഗാനി എന്ന് പറഞ്ഞ കിതാബ് 50 വർഷം, നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് 50 വർഷം കൊണ്ടാണ് ഈ അഗാനി എന്ന് പറഞ്ഞ കിതാബ് ഉണ്ടാക്കിയത്. 21 ജുസ് ആണ് ഈ കിതാബ്. ഈ കിതാബ് മ്യൂസിക്, അതുപോലെ പാട്ട്, വ്യത്യസ്ത രാഗങ്ങള്, ശ്രുതികള്, ഇതിനൊക്കെ സംബന്ധിച്ച വിശാലമായ പുസ്തകമാണ്. ഇതിന് പുറമെ അറബി സാഹിത്യത്തിലെ പല അഷ്ആറുകളൊക്കെ ജംഅ് ചെയ്യപ്പെട്ട കിതാബാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ കിതാബാണ് മഖാത്തിലു ത്വാലിബിയീൻ. മഖാത്തിലു ത്വാലിബിയീൻ. അബു ത്വാലിബ് സന്തതികളിൽ കവികളായ ആളുകളുടെ കവിതകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ പുസ്തകമാണ് മഖാത്തിലു ത്വാലിബീൻ. അതും പ്രസിദ്ധമാണ്. മഖാത്തിലു ത്വാലിബിയീൻ. മഖാത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് കവിത ആയിട്ട് പോലും? കവിത ആയിട്ട് കവിതയില് അവരുടെ ഇസ്തിഷാദും ഷഹാദത്തും ഒക്കെ പറയണ്ടാവും. സീറദാത്യകളൊക്കെ പറയണ്ടാവേ. അഹ്ലുബൈത്ത് ആ ഹിജറ 200-ഉം 300-ഉം ഒക്കെ ഓലെ അഹ്ലുബൈത്തിനത്ര പീഡിക്കപ്പെട്ട സമൂഹം ഉണ്ടാവില്ലേ? അപ്പൊ ഓരോ ആളുകളുടെ ചരിത്രം പറയുമ്പോഴും അവരുടെ ഷെയറിന്റെ തുറാസും സംഗതികളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും. ഇദ്ദേഹവും ഉമ്മയെപ്പോലെ തന്നെ ഷിഈ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് മഖാത്തിലു ത്വാലിബിയീൻ എന്ന് പറഞ്ഞ ഈ പുസ്തകം. കാരണം കൂടുതലും ഷിയ കവികളെയാണ് ഇദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി അവസാനത്തെ കവിയല്ല, നിരൂപകനും പക്ഷെ ഏറ്റവും പ്രസിദ്ധമായ നിരൂപകനാണ് ഇബ്നു റഷീഖിന് ശേഷം അബ്ദുൽ ഖാഹിറുൽ ജുർജാനി. അബ്ദുൽ ഖാഹിറുൽ ജുർജാനി. ഇബ്നു റഷീഖ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പോലെ അബ്ദുൽ ഖാഹിറുൽ ജുർജാനിയെ പറ്റി കേൾക്കുന്ന സമയത്ത് അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഈജാസ്, ഈ 2 കിതാബുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. കാരണം ഇൽമുൽ ബലാഗയുടെ വാലി ആണ് അബ്ദുൽ ഖാഹിറുൽ ജുർജാനി. ഹിജ്റ 400-ൽ ജനിച്ചു, 471-ൽ മരിച്ചു. എക്സാമിന് വന്നിട്ടുണ്ട് അസ്റാറുൽ ബലാഗയുടെയും ദലായിലുൽ ഇജാസിന്റെയും മുസന്നിഫാര്. ജുർജാനിൽ ജനിച്ചു. ജുർജാനിൽ നിന്ന് മറ്റു സ്ഥലത്തിലേക്കും അദ്ദേഹം പോയിട്ടില്ല. ഇദ്ദേഹം മുഅസ്സിസു ഇൽമിൽ ബലാഗയാണ് ഇദ്ദേഹം.
ഇനി അൻ-നഖ്ദു ഫിൽ അസ്റിൽ ഹദീസ് എന്ന ഇതിലാണുള്ളത്. അതില് കാര്യമായിട്ട് തോഹ ഹുസൈനും അബ്ബാസുൽ അക്കാദുമാണ് കാര്യമായിട്ട്. അസ്സലാമു അലൈക്കും. പിന്നെ കണക്ഷൻ ഒന്ന് ഇതായി, പിന്നെ ഫോണിൽ ചാർജ് തീരെ. വേറൊരു ഫോണിൽ കയറട്ടോ ഇപ്പൊ. ഷാഫി സാർ, ഞാൻ വേറൊരു ഫോണിൽ ഇപ്പൊ കയറട്ടോ. നിങ്ങൾ 2 മിഷറൂടെ കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരാൾ വരുമോ? ഇല്ല, പെട്ടെന്ന്. ഒന്ന് അഷേഖ് ഹുസൈൻ അഹമ്മദ് അൽ മർസിഫി എന്നാണ്. ഇത് മുമ്പത്തെ നെറ്റ് എക്സാമിന്റെ സിലബസിൽ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പുതിയ സിലബസിലുള്ള ആളാണ്. അഷേഖ് ഹുസൈൻ അഹമ്മദ് അൽ മർസിഫി. ഇദ്ദേഹം ഈജിപ്തിലെ വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഉലൂം. അതിന്റെ സ്ഥാപക നേതാവായിരുന്നു. കാന ഉസ്താദ ദാരിൽ ഉലൂം ഇന്ദ തഅസീസിഹ. കാന ഉസ്താദ ദാരിൽ ഉലൂം ഇന്ദ തഅസീസിഹ. ഇദ്ദേഹം അസ്ഹറിൽ, അവിടുന്ന് സൗണ്ട് വരുന്നുണ്ടല്ലോ. ഇദ്ദേഹം അസ്ഹറിലെ പണ്ഡിതനായിരുന്നു. കാന മിൻ ആലാമിൽ അസ്ഹർ. ഈ ദാറുൽ ഉലൂം കൈറോയിൽ തന്നെയാണോ? കൈറോയിൽ തന്നെയാണ്. അസ്ഹറിന്റെ അടുത്ത എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയാണ് ദാറുൽ ഉലൂം എന്ന് പറഞ്ഞാല്. ഒരു 30 കിലോമീറ്റർ പോയാൽ മതി അസ്ഹർ എന്നൊക്കെ. കെയ്റോ എന്ന് പറഞ്ഞ ഒരു ജില്ലയുടെ പേരാണ് കെയ്റോ എന്ന് പറഞ്ഞാൽ. ജാമിയത്തുൽ കാഹിറയുടെ ദീനി സെക്ഷനാണ് ദാറുൽ ഉലൂം.
ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകം അൽ വസീലത്തുൽ അദബിയ ഫിൽ ഉലൂമിൽ അറബിയ. അൽ വസീലത്തുൽ അദബിയ ഇലൽ ഉലൂമിൽ അറബിയ. രണ്ടാമത്തെ പുസ്തകം ദലീലുൽ മുസ്തർഷിദി ഫി ഫന്നിൽ ഇൻഷ. ദലീലുൽ മുസ്തർഷിദി ഫി ഫന്നിൽ ഇൻഷ. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഹുസൈൻ അഹമ്മദ് അൽ മർസിഫി എന്ന് പറഞ്ഞ ഇപ്പോത്തെ ആള് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ഇനി വരാനുള്ള ത്വാഹ ഹുസൈൻ, എല്ലാ എക്സാമിലും ത്വാഹ ഹുസൈന്, അബ്ബാസുൽ അക്കാദ്, അതുപോലെ ആളുകളെ സംബന്ധിച്ചിടത്തൊക്കെ ചോദ്യം വരാറുണ്ട്. ത്വാഹ ഹുസൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആയിരത്തി 889 ജനനം, 1972 മരണം. അറബി സാഹിത്യത്തിന്റെ അപ്പോസ്തലൻ, അറബി സാഹിത്യത്തിന്റെ പ്രിൻസിപ്പൽ എന്നറിയപ്പെട്ടു. ലുഖിബ ബി അമീദിൽ അദബിൽ അറബി. ത്വാഹ ഹുസൈൻ ജനിച്ചത് മഗാഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. മഗാഗ, വുലിദ ഫി ഖറിയത്തി മഗാഗ. ഇനി പോയിന്റ് ആയിട്ട് എഴുതണ്ട. ഫസ്റ്റ് ഇയർക്കാർക്ക് ത്വാഹ ഹുസൈനെ പരിചയപ്പെടാൻ വേണ്ടിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ത്വാഹ ഹുസൈൻ മനസ്സിൽ നിൽക്കാൻ വേണ്ടിക്കൊണ്ട് ആധുനിക അറബി സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് ത്വാഹ ഹുസൈൻ. ത്വാഹ ഹുസൈൻ ജനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മഗാഗ എന്ന കറിയയിലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും അസ്ഹറിൽ ചേരുകയും ചെയ്തു. അങ്ങനെ അസ്ഹറിൽ പഠിക്കുന്ന സമയത്ത് ത്വാഹ ഹുസൈനെ അസ്ഹറിലെ ചില ഉസ്താദുമാരുടെ പരാമർശങ്ങളിലൊക്കെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അസ്ഹറിൽ നിന്ന് നിനക്ക് വലിയ ഫന്നുകളും ഇൽമുകളും ഒന്നും തിരിയില്ല, അറബി സാഹിത്യം മാത്രമേ എനിക്ക് തിരിയുള്ളൂ തുടങ്ങിയ പരാമർശങ്ങൾ. ഇത് വല്ലാതെ ത്വാഹ ഹുസൈനെ അസ്ഹറിനോട് ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ വേറൊരു യൂണിവേഴ്സിറ്റി, അസ്ഹറിൽ നിന്ന് മാറി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും അങ്ങനെ PhD ഒക്കെ പഠിക്കുകയും ചെയ്തു. പിന്നെ അതിന്റെ ശേഷം ത്വാഹ ഹുസൈൻ ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ പോയതിനു ശേഷം ഓറിയന്റലിസ്റ്റുകളുടെ ചിന്തകളിലേക്ക് വശംവദനായി. ഓറിയന്റലിസ്റ്റുകളിലെ പ്രത്യേകിച്ച് ദേക്കാർത്ത് പോലുള്ള ഓറിയന്റലിസ്റ്റുകളുടെ ചിന്തകളിൽ വശംവദനായി കഴിഞ്ഞതിന് ശേഷം ദേക്കാർത്തിന്റെ ഒക്കെ പ്രധാനമായ ഒരു ഉസൂലാണ് അശ്ശക്കു ഫി കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും സംശയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ത്വാഹ ഹുസൈൻ ഓറിയന്റലിസ്റ്റുകളുടെ ഈ ചിന്താധാരകളിലൊക്കെ ആകർഷണനായിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ രചിച്ച മുഅല്ലഖ എന്നുള്ളത് ശരിക്ക് അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ രചിച്ചതല്ല. പിൽക്കാലഘട്ടത്തിൽ
അത് അബ്ബാസിയ കാലഘട്ടത്തിലും ഉമവിയ കാലഘട്ടത്തിലൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് ജാഹിലിയ കാലഘട്ടത്തിലെ കവികളിലേക്ക് നിസ്ബ ചെയ്തതാണ് എന്നുള്ള പ്രധാന വാദം. ഈ വാദം 1926 അദ്ദേഹം തന്റെ ഫിഷേരിൽ ജാഹിലിയ കവിത എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുകയും ഇതിന്റെ പിന്നാലെ ഈജിപ്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കപ്പെടുകയും തോഹ ഹുസൈനെ ജയിലിലടക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അസ്ഹറിലെ മഷായിഖ്മാരൊക്കെ തോഹ ഹുസൈനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെയും ഓറിയന്റലിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പല സംസാരങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ തോഹ ഹുസൈൻ ജീവിതത്തിന്റെ അവസാന സമയത്ത് ഈ മുമ്പ് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു ശരിക്ക് മുമ്പ് ചെയ്തു പോയ തെറ്റുകളിലൊക്കെ പശ്ചാത്താപമുണ്ടായി തിരിച്ചിട്ട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ മുമ്പത്തെ വിഷയങ്ങളിൽ നിന്നൊക്കെ തൗബ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ആര് രചിച്ചിട്ടുണ്ട്? ത്വാഹ ഹുസൈൻ രചിച്ചിട്ടുണ്ട്. വേറെ ഒരു ഐഡിയയിൽ നിന്ന് ഞാൻ ഇപ്പൊ ക്ലാസ്സിക്ക് വരും. ആയിരത്തി 1914 ആദ്യത്തെ PhD നേടി. 1914 നീ പോയിന്റ് എഴുതിയെടുത്തോളി. അവസാനം നിങ്ങൾക്കൊന്നും മനസ്സിലുണ്ടാവാൻ വേണ്ടിക്കൊണ്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞതാണ് അവസാന്റെ ഒരു ചെറിയ ചരിത്രം. 1914 അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഡോക്ടറേറ്റിന്റെ ടോപ്പിക് ദിക്റ അബിൽ അല എന്നാണ്. ദിക്റ അബിൽ അല എന്നാണ്. ആ ഡോക്ടറേറ്റ് നേടിയ അതേ വർഷം തന്നെ അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. 1914 അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലെ ഏകദേശം 800 വർഷമൊക്കെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് സൊർബോൺ യൂണിവേഴ്സിറ്റി. ഫ്രാൻസിലെ സൊർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം PhD എടുത്തു. PhDയുടെ ടോപ്പിക് ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ എന്നാണ്. ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ രണ്ടാമത് PhD എടുത്തു. ആയിരത്തി 1926 ഫിഷ് ജാഹിലി എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകം ഇറക്കിയത്. ആ ഫിഷ് ജാഹിലി എന്ന പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രമേയമാണ് മുഅല്ലഖ അറബികൾ രചിച്ചതല്ല എന്നൊക്കെയുള്ള പ്രമേയം. ഓറിയന്റലിസ്റ്റുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മുഅല്ലഖ അറബികൾ രചിച്ചതല്ല എന്ന് പറയുമ്പോൾ പ്രാചീന അറബികൾക്ക് ഫസാഹത്തും ബലാഗയും ഇല്ല എന്ന് വരും. അപ്പൊ പിന്നെ ഖുർആന് അവരെ ഫസാഹത്തിലും ബലാഗത്തിലും വെല്ലുവിളിക്കുന്നതിന് സ്ഥാനമില്ല എന്ന് വരും. അതിനു വേണ്ടിയിട്ടാണ് ഓറിയന്റലിസ്റ്റുകൾ മുഅല്ലഖ പുരാതന അറബികൾ രചിച്ചതല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മറ്റേ ഐഡിയയിൽ ഇപ്പൊ വരാം. അസ്സലാമു അലൈക്കും. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണ്. ഹലോ, സൗണ്ട് ക്ലിയർ അല്ലേ? ഹലോ, സൗണ്ട് ക്ലിയർ ആണ്. ഉമറുൽ ഫാറൂഖ്, സൗണ്ട് ക്ലിയർ ആണോ? എത്തുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. സൗണ്ട് എത്തുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. സൗണ്ട് ഈസ് ഓക്കെ. Sound is 100 times okay, but you are not hearing us. കേൾക്കണ്ടപ്പോ ഞങ്ങളെ സൗണ്ട് ക്ലിയർ ആണോ? നിങ്ങളെ സൗണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു 25-30 പുസ്തകങ്ങളെങ്കിലും എക്സാമിന് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. എക്സാമിന് ചോദിക്കപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറയാണ്. ഫിഷേരിൽ ജാഹിലി ആരാണ് രചിച്ചത്? ഫിഷേരിൽ ജാഹിലി ആരാണ് രചിച്ചത്? അൽ അയ്യാം. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് അൽ അയ്യാം. അറബി ആധുനിക സാഹിത്യത്തില് സീറദാത്തിയ ഓട്ടോബയോഗ്രഫി എഴുതുന്നതിൽ ഏറ്റവും ടോപ്പ് സാഹിത്യകാരൻ, ഏറ്റവും ടോപ്പ് കഴിവ് തെളിയിച്ചത് ത്വാഹ ഹുസൈൻ എന്ന് പറയാം. അൽ അയ്യാമാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. മറ്റൊരു പുസ്തകമാണ് മുസ്തഖ്ബലു ദിറാസത്തി ഫി മിസ്ർ. ഇദ്ദേഹം കോളമിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഹദീസുൽ അർബിഅ. ഇദ്ദേഹത്തിന്റെ മറ്റ് ഒരു ലേഖനങ്ങളുടെ ശേഖരമാണ് അൽവാൻ. അടുത്ത പുസ്തകമാണ് ഖാദത്തുൽ ഫിക്ർ. ഖാദത്തുൽ ഫിക്ർ ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ്. മറ്റൊരു ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ജന്നത്തു ഷൗക്ക്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് ദ്വാ ഉൽ കറവാൻ. ദ്വാ ഉൽ കറവാൻ ഇദ്ദേഹത്തിന്റെ നോവലാണ്. മറ്റൊരു നോവലാണ് അൽ ഹുബ്ബുല്ലായ. എല്ലാ പുസ്തകങ്ങളുടെയും
ഇത് ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ ഗ്രൂപ്പിലിടാം, നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് അബ്ബാസ് മഹ്മൂദുൽ അക്കാദ്. ആയിരത്തി 889 ജനനം, 1964 മരണം. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ അറിയാന് നല്ലൊരു ഐഡിയ ഉണ്ട്. ഒരുപാട് പുസ്തകത്തിന്റെ തുടക്കം അബ്ഖരിയത്തു മുഹമ്മദ്, അബ്ഖരിയത്തു ഉമർ, അബ്ഖരിയത്തു ഖാലിദ്, അങ്ങനെയാണ്. അപ്പൊ ഇദ്ദേഹം സാഹിബുൽ അബ്ഖരിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ പേര് വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കം പലതും അബ്ഖരിയത്തു എന്നുള്ളത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ സീറ ദാത്തിയയുടെ പേര് അന എന്നാണ്. മോഡേൺ സാഹിത്യത്തിലെ നമ്മള് മുമ്പ് പരിചയപ്പെട്ട അറാബിത്തുൽ കലമിയ, അതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് മദ്രസത്തു ദീവാൻ. അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അപ്പൊ സ്വാഹിബു മദ്രസത്തി ദീവാൻ എന്ന് എഴുതാം. ദീവാൻ എന്ന് പറയുന്ന സ്കൂൾ ഉണ്ടാക്കിയ ആളാണ്. ഇദ്ദേഹം കല്യാണം കഴിച്ചിരുന്നില്ല. കാന അസബ, പ്രേമം ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിച്ചില്ല. അക്കാദ് 10ഓളം അറബി സാഹിത്യത്തില് ഗദ്യം ഒരുപാട് രചിക്കലോട് കൂടെ ഇദ്ദേഹം കവിയുമായിരുന്നു. നാസിറും ഷായിറുമായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 10 ദീവാനുകൾ ഇറക്കിയിട്ടുണ്ട്. അസ്തറ അഷറത്ത ദവാവീൻ. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാൻ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. യഖ്ലത്തു സ്വബാഹ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാൻ. യഖ്ലത്തു സ്വബാഹ്. ഈജിപ്തിലെ പ്രസിഡന്റിനെ വിമർശിച്ച കാരണം കൊണ്ടിട്ട്
ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് 9 മാസം. സുജിന 9 അശ്ഹുരിൻ, 9 മാസം ജയിൽ കിടക്കപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കിടക്കാൻ ആസ്പദമായ കിതാബിന്റെ പേര് അൽ ഹുക്മുൽ മുത്ലഖ് ഫിൽ ഖർനിൽ ഇശ്രീൻ എന്നാണ്. അൽ ഹുക്മുൽ മുത്ലഖ് ഫിൽ ഖർനിൽ ഇശ്രീൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ എക്സാമിന് വന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഇൻഷാ അള്ളാ ഞാൻ ഗ്രൂപ്പിലിടാം. ഇപ്പോൾ നമ്മൾ ഇൻഷാ അള്ളാ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഷാഫിസ നാളെ ബലാഗ ആക്കിയാലോ? ഷാഫിസ ഉണ്ടാ? കേൾക്കുന്നുണ്ടോ സാറേ? യബ്ദു അന്നക ലാ തസ്മഅ. നിജാസ് പാട്ട് പാടുന്നുണ്ടോ? ഷാഫിസ ഞാൻ എന്ത് ചെയ്യും? കേൾക്കുന്നില്ല. അതന്നെ ഞങ്ങൾ പറയണേ. മെസ്സേജ് നോക്കൂ. ഇൻഷാ അള്ളാ ഞാൻ ബന്ധപ്പെട്ടോളാം. നിങ്ങളെ സൗണ്ട് കേൾക്കുന്നില്ല. ഒരു മെസ്സേജ് വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ലക്കും അല ഇസ്തിമാഇക്കും അത്വയ്യിബ് വലാ തൻസൗന ഫി ദഅവാതിക്കും ഹഫിദക്കും വബാറക ഫീക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശുക്രൻ ലക്കും.